നമുക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ വേറൊരാളെ അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അതേ സിറ്റുവേഷൻ ആണെങ്കിലും വേറൊരാളെ അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് രണ്ടും രണ്ട് രീതിയിലാണ്. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവോൾവ് ആവുന്ന കേസിൽ നമ്മുടെ കോഗ്നിറ്റീവ് ലോഡ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും, നമ്മുടെ കൈ ഷിവറാവും, നമ്മളുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ബ്രെയിനിന് കുറേ എനർജി ഇതിന് തന്നെ പ്രോസസ് ചെയ്യാൻ വേണം. ഇത് റെഗുലേറ്റ് ചെയ്യാൻ തന്നെ ബ്രെയിൻ കുറേ എനർജി കൊടുക്കണം. ഇതിൻ്റെ മുകളിലാണ് വിസ്ഡം എന്ന് പറയുന്ന സാധനം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വിസ്ഡത്തിനെ പറ്റി ചിന്തിക്കാനുള്ള എനർജി ബ്രെയിൻ ഇല്ല. പക്ഷെ നമ്മൾ വേറൊരാളുടെ പ്രശ്നമെന്ന് വിചാരിക്കാം. ഇപ്പം നീ ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വരികയെന്ന് വിചാരിക്കാം. എനിക്ക് കോഗ്നിറ്റീവ് ലോഡ് ഇല്ല, എന്നെ അത് ഇമ്പാക്ട് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട്, നിൻ്റെ പ്രോബ്ലമാണ് അത്. അപ്പം ഞാൻ ലോജിക്കലി ആലോചിക്കും, ജോബിഷിന് ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്താൽ ജോബിഷ് അത് റെഡി ആവുന്നുള്ളത്. നമ്മളവിടെ ആ കോഗ്നിറ്റീവ് ലോഡ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വേറൊരാളുടെ ഉപദേശിക്കുന്ന സമയത്ത് നല്ല അഡ്വൈസ് കൊടുക്കാനും നമ്മളുടെ സ്വന്തം കാര്യം വരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്.